മലയാള സിനിമയിൽ തണ്ടലിനുറപ്പുള്ളൊരു യുവനടനുണ്ട് എന്ന് തെളിയിച്ച ദിവസമായിരുന്നു ഇന്നലെ. പൃഥ്വിരാജിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു കാണുമല്ലോ അല്ലേ? എന്താ തോന്നി കണ്ടപ്പോൾ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മലയാളത്തിൽ ഒരു നടനുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനം തോന്നി. കാരണം യുവനടന്മാരുടെ ഇടയിൽ ഇത്രയും കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചാണ് പൃഥ്വിരാജ് സംസാരിച്ചത്. പൃഥ്വിരാജ് പറഞ്ഞത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും മലയാള സിനിമയിൽ ആരോപണ വിധേയരുണ്ടെന്നും അവരെയൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്താൻ ഞാനൊരാൾ വിചാരിച്ചാൽ നടക്കില്ല എന്നുമാണ് തുറന്നു പറഞ്ഞത്. അപ്പോൾ ഈ മലയാള സിനിമയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് യുവനടൻ കൂടി വളരെ നട്ടല് ഉറച്ച രീതിയിൽ വിളിച്ചു പറയുകയല്ലേ ചെയ്യുന്നത്. അല്ലേ, ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് തൊട്ടേ ഈ നിലപാടുകൾ കൃത്യമായി പറഞ്ഞു പോകുന്ന ഒരു നടനാണ്. മലയാള സിനിമയിൽ ഒരു അനൗദ്യോഗികമായ തൊഴിൽ വിലക്കിന് ഇരയാകപ്പെട്ട ആൾ കൂടിയാണ്. എന്നാൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പാർവതി തിരുവോത്തിന് മുമ്പ് ഇത് നേരിട്ട ആളല്ലേ ഞാൻ, എന്നെ നിങ്ങൾ എന്തേ കാണാതെ പോകുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി അന്ന് ഏഷ്യാനെറ്റിന് ശ്രീകണ്ഠൻ നായർ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി ഈ തൊഴിലിടങ്ങളിൽ തൊഴിൽ വിലക്കുന്നതിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അന്ന് തൊട്ടേ നിലപാട് പറഞ്ഞു പോകുന്ന ഒരു നടൻ. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും പല നിലപാടുകളും ഇഷ്ടമില്ലാത്ത സോഷ്യൽ മീഡിയ രായപ്പൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന സിനിമയുടെ സകല മേഖലകളിലും നിർമ്മാണത്തിലാകട്ടെ, സംവിധാനത്തിലാകട്ടെ, അഭിനയത്തിലാകട്ടെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര ചാർത്തി മുന്നോട്ട് പോകുന്ന ഒരു നടൻ. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിനപ്പുറത്തേക്ക് വന്നിരുന്നുകൊണ്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ ചോദ്യശരങ്ങളെ നേരിട്ടുകൊണ്ട് നിലപാട് പറയുമ്പോൾ ഒന്നും അദ്ദേഹത്തിന് മറച്ചു വെക്കാനില്ല. അമ്മയിൽ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ നിലപാടുകളിൽ തെറ്റുണ്ടായിട്ടുണ്ട്, ഈ ആരോപണ വിധേയരായവർക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണം, സമഗ്രമായ അന്വേഷണം വേണം, തെറ്റുകാർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം നിലപാട് പറയുമ്പോൾ അതൊരു പ്രതീക്ഷ തന്നെയാണ്. മലയാള സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ചുവട് പിടിച്ച് ഇനി ബാക്കിയുള്ള നടന്മാർ കടന്നു വരുമെന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന വലിയ പ്രതീക്ഷയാണ്. പൃഥ്വിരാജിനെ പോലെയുള്ള നടന്മാർ സെറ്റിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെയുള്ള നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുന്നതിന് സുരക്ഷിതമായി പോകാമെന്ന് പല നടീനടന്മാരുടെയും അവർക്ക് സ്വന്തമായും അവരുടെ മാതാപിതാക്കൾക്കും ഭർത്താക്കന്മാർക്കുമൊക്കെ ആത്മവിശ്വാസമുണ്ടാകുന്ന വാക്കുകളാണ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. അത് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ഇതിൻ്റെ ചുവട് പിടിച്ച് മറ്റുള്ള യുവ നടന്മാർ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പൃഥ്വിരാജ് ഇത് വന്നിരുന്ന അത്രയും ആ ശരീരഭാഷ, ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷയിൽ സംസാരിക്കുമ്പോൾ 100% നമുക്ക് ഉറപ്പിക്കാം പൃഥ്വിരാജിനെതിരെ അങ്ങനെ ഒരു ആരോപണം വരില്ല എന്ന് അദ്ദേഹത്തിന് 100% ബോധ്യമുണ്ട്. അദ്ദേഹം വ്യക്തമായി എൻ്റെ ഭാഗത്ത് തെറ്റില്ല, എന്നിൽ ഔഷധ ഗുണമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. അങ്ങനെയൊന്നുമല്ല, എന്നെക്കുറിച്ച് ഒരാളും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന് ഉറപ്പിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ പറ്റൂ. അങ്ങനെ 100% ഉറപ്പുള്ള നടന്മാർ വേറെ ഉണ്ടെങ്കിൽ വന്നിരുന്ന് ഇതുപോലെ സംസാരിക്കണം, തെറ്റുകൾക്കെതിരെ സംസാരിക്കണം. കാരണം ഇവരൊക്കെ തെറ്റുകൾക്കെതിരെ സംസാരിക്കുന്നത് തിരശ്ശീലയിൽ കണ്ട് കൈയടിച്ച് രോമാഞ്ചം എഴുന്നേറ്റ് വന്ന മലയാളി പ്രേക്ഷകരാ നമ്മൾ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ, സംഘടിതമായിട്ട് ഒരാളുടെ തൊഴിലിനെ കുറേ ആളുകൾ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. ചില ആളുകൾ വിചാരിച്ചാൽ തൊഴിൽ നിഷേധിക്കപ്പെടുന്നു. പൃഥ്വിരാജ്, പാർവതി തിരുവോത്തൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നു. ഇവിടെ എന്താ പറയുന്നത്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ അഭിനയിച്ച ഗുരുവായൂർ അമ്പലം നടന്ന സിനിമയിൽ ഏതാണ്ട് 1000-ലധികം ആർട്ടിസ്റ്റുകളെ ക്ലൈമാക്സ് രംഗത്തേക്ക് വേണ്ടി വരുന്നു. ഇത്രയും ആളുകൾക്ക് വേണ്ട ഒരു ഫെസിലിറ്റി വേണമല്ലോ. അപ്പോൾ പൃഥ്വിരാജ് പറയുന്നു, ഞാനൊരു കോർഡിനേറ്ററെ സമീപിക്കുകയാണ്, അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്നു. വേറൊരാളെ സമീപിക്കുമ്പോൾ അയാൾ അതിൻ്റെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ശരിയാക്കുന്നു, വേറൊരാൾ അവരുടെ ട്രാവലിംഗ് സംവിധാനം ശരിയാക്കുന്നു. ഇതൊന്നും എൻ്റെ തലയിൽ കൂടെ അല്ല പോകുന്നത്. പക്ഷേ അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടോ, അത് ഇന്ന കമ്മിറ്റിയാണ്, ഇന്ന കാര്യങ്ങളാണ്, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു നേരെ വരച്ച ഒരു വരയിലൂടെ അല്ല പോകുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഞാൻ ഒരു നിലപാടെടുത്താൽ, ഞാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് മലയാള സിനിമ രക്ഷപ്പെടില്ല. അപ്പോൾ ഞാനും ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും ഒരുപോലെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നു. അതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? അല്ല, ഉറപ്പായും അംഗീകരിക്കണം. മാത്രമല്ല സ്വന്തം പ്രൊഡക്ഷൻ, ഇപ്പോൾ സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനിയുള്ളതാണ്, അതിൽ മാതൃകയാക്കി വേണം പൃഥ്വിരാജിന് മുന്നോട്ട് പോകാൻ. അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ ഗുരുവായൂർ അമ്പലനടയിലെ കാര്യം പറഞ്ഞത്, അതിൻ്റെ സെറ്റിട്ടത് സുനിൽ പയ്യന്നൂരാണ്. 4.5 കോടി രൂപയുടെ സെറ്റ് ക്ലൈമാക്സ് രംഗത്തിന് വേണ്ടി മാത്രം ഇട്ട മലയാള സിനിമയാണ് ഗുരുവായൂർ അമ്പലം. ഗുരുവായൂർ അമ്പലം അതേപോലെ പറിച്ചുകൊണ്ടുവന്ന് വെച്ചേക്കുന്ന പോലെ സെറ്റിട്ടവരാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, 4.5 കോടി രൂപ വേണ്ടി വന്നിരുന്നോ ഈ ഗുരുവായൂർ അമ്പലം പോലെ ഒരു സെറ്റിടാൻ എന്ന് ചോദിച്ചപ്പോൾ, അതാ അമ്പലം പണിതതിൻ്റെയോ അതിൻ്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒരുക്കിൻ്റെ മാത്രം പൈസയല്ല, അത് തുടക്കം മുതൽ ഇങ്ങോട്ട് ആ ഭൂമി വൃത്തിയാക്കിയപ്പോൾ മുതൽ അവിടെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടുന്ന ബാത്റൂം സംവിധാനങ്ങളടക്കം ഒരുക്കിയ പൈസയാണ്. പാർക്കിംഗ് സംവിധാനങ്ങൾ, അനേകം വണ്ടികൾ, 100 വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിയ പൈസയാണ് ഈ 4.5 കോടി രൂപ എന്ന് പറയുന്നത്. അതായത് സെറ്റിലൊരു കുഞ്ഞു കാര്യത്തിൽ പോലും ആ പ്രൊഡക്ഷൻ കമ്പനി കൃത്യമായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമ മാറി. 4.5 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇപ്പുറത്ത് 4 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് സിനിമ മാറി. 10-15 കോടി രൂപ മുടക്കിയാൽ, അല്ലെങ്കിൽ 5-10 കോടി രൂപ മുടക്കിയാൽ അതുകൊണ്ട് 40-50 കോടി രൂപ, 100 കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറി. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഈ
ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ആ പൈസ കൊണ്ട് പടം പിടിക്കുന്ന അവരുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റുകളും സംവിധായകരും ഒക്കെ പ്രൊഡ്യൂസർമാരാവുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഈ പൈസ ചോർന്നു പോകുന്ന എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്, തങ്ങൾക്ക് കിട്ടാതിരുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കേണ്ടത്, അത് കൃത്യമായി ഒരുക്കിക്കൊണ്ട് അവർ ആ പൈസ കൃത്യമായി പിടിക്കേണ്ടടുത്ത് പിടിച്ച് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സിനിമാ ലൊക്കേഷനുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല പ്രൊഡക്ഷൻ കമ്പനികൾ വന്നതോടുകൂടി ഈ പറയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്കായാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങൾ കുറഞ്ഞു വരുന്നു എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന സിനിമയിലെ ലഹരി ഉപയോഗത്തെ പറ്റി പണ്ടത്തെ കാലത്ത് ചേട്ടന്മാർ മദ്യവും സിഗരറ്റുകൾക്ക് മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ ട്രെൻഡിനനുസരിച്ച് ന്യൂ ജനറേഷൻ ലഹരി മരുന്നുകളുടെ കടത്തലുണ്ട്. ഇത് സെറ്റിലല്ലെന്നേ, ഇത് സെറ്റിനപ്പുറത്തേക്ക് ഇവർ അവരുടെ പിന്നെ താമസ സ്ഥലങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, നമുക്കറിയത്തില്ല. പക്ഷേ സെറ്റുകളെല്ലാം വളരെ നീറ്റ് ആൻഡ് കൃത്യമായിട്ട് പോകുന്നു. കുറഞ്ഞ ആളുകളാണ്, പണ്ടത്തെ പോലെ ഒരുപാട് പേരൊന്നുമില്ല, കുറഞ്ഞ ആളുകളെ കൊണ്ടാണ് ഓരോ സെറ്റുകളും മുന്നോട്ട് പോകുന്നത്. അവരതിൻ്റെ ഓരോ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. പിന്നെ പണ്ടത്തെ പോലെ ഞാൻ പെണ്ണാണ്, അവൾ പെണ്ണാണ്, അവൾക്ക് അത് മതി, അങ്ങനെയൊന്നുമില്ല. സമത്വത്തിൻ്റെ കാലഘട്ടം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ആ പെൺകുട്ടികൾ വന്ന് ആൺകുട്ടിയുടെ തോളത്ത് കൈയിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിലിൽ കിടന്നുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും. അതിനകത്ത് വേറെ തെറ്റായ ചിന്തയിലല്ല, അവരെല്ലാം ബ്രോസിസ് ബന്ധമാണ്. അവരങ്ങനെ പരസ്പര അടിസ്ഥാനത്തിൽ ഇവൾ പെണ്ണാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി, അല്ലെങ്കിൽ ആണാണ് അവൻ്റെ കൂടെ പോയി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പോകുന്നൊരു സംവിധാനമല്ല ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിലുള്ളത്. അവിടെയാണ് ഈ പൃഥ്വിരാജിനെ പോലെയുള്ള, പൃഥ്വിരാജിനെ നമ്മൾ കണക്കാക്കുമ്പം പഴയ നടനാണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെ ഒരു നടനാണ്. നിലപാടുകൾ പറഞ്ഞു പോയ നടനാണ്. 21ാമത്തെ വയസ്സിൽ ചക്രം പോലെയുള്ള സിനിമയിലൊക്കെ വന്ന് വലിയ പൗരുഷമുള്ള വേഷങ്ങൾ ചെയ്ത് അന്ന് അക്കാലം മുതൽ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും മത്സരിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ലാസ്റ്റ് ഇറങ്ങി നിൽക്കുന്ന പ്രേമലുവിലേക്ക് നായകനോട് വരെ മത്സരിക്കാൻ കപ്പാസിറ്റി ഉള്ള അങ്ങനെ കാണുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ഈ സമത്വത്തിന്റെ കാര്യം പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം പൃഥ്വിരാജ് പറയുന്നത് എന്താ, ഈ താൻ അഭിനയിക്കുന്ന സിനിമകളിൽ തൻ്റെതായ നിലപാടുകൾ വ്യക്തമാക്കി താൻ വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അതുപോലെ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. ഇനി അടുത്തൊരു കേസും, ഈ ആരോപണ വിധേയരായ ആൾക്കാരുണ്ടല്ലോ, ചില ആളുകൾ പരാതി പറയുന്നു, അവരെ നമ്മൾ ഇര എന്ന് പറയുന്നു. ഇരകളുടെ പേര് പുറത്തു പറയാൻ പാടില്ല, പക്ഷേ ആരോപണ വിധേയരുടെ പേര് പുറത്തു വിടാമല്ലോ. അപ്പോൾ ഇത്രയും നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചു വെച്ച ആളുകൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ ഇരകളുടെ പേര് ഈ പറയുന്ന ആരോപണ വിധേയരുടെ പേര് പുറത്തു വരരുത്, വരണമായിരുന്നു. പൃഥ്വിരാജ് പറയുന്നത് അവരുടെ പേര് പുറത്തു വരട്ടെ, അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആത്മശുദ്ധി വരുത്തി മുന്നോട്ട് വരട്ടെ, എന്നിട്ട് ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ അവർ കള്ളമാണ് പറഞ്ഞെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അവർ രണ്ടിടത്തും പൃഥ്വിരാജ് നിലകൊള്ളുന്നു. പൃഥ്വിരാജിൻ്റെ ഈ നിലപാട് ശരിക്കും മലയാള സിനിമയിലെ നടന്മാർക്ക്, അല്ലെ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടതല്ലേ? അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു പവറുള്ള കുറേ യുവനടന്മാർ, നമ്മൾ യുവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സിനിമയിലെ യുവനടന്മാർ, അവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ഒന്നിനു പിറകെ ഒന്നായി വരുമെന്ന് നമുക്കറിയാം. കാരണം അവരുടെ ഇമേജുകൾ ക്ലീനാണ്, നമ്മൾ ഒരിടത്തും അവരെക്കുറിച്ച് മോശമായി കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ആളുകൾ നിലപാടെടുത്ത് മുന്നോട്ട് വന്നാൽ നാളെ ഇവർക്കെതിരെയും ആക്രമണം ഉണ്ടാകും, അതിനെ ഞങ്ങൾ സധൈര്യം നേരിടും എന്ന് നെഞ്ചുറപ്പോടെ എന്ന് പറയുകയായിരുന്നു പൃഥ്വിരാജ്. ഞാനിപ്പോൾ ആസിഫ് അലിയുടെയും കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ മാധ്യമങ്ങളെ കാണുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ നിലപാടുകളുടെ കാര്യത്തിൽ പ്രതീക്ഷ വെക്കുന്ന ചില നടന്മാരാണ് ഈ ആസിഫ് അലി ആയാലും കുഞ്ചാക്കോ ബോബൻ ആയാലും. കാരണം അവരുടെയൊക്കെ പണ്ട് മുതലുള്ള നിലപാട്, കുഞ്ചാക്കോ ബോബനൊക്കെ WCCക്ക് ഒപ്പം നിന്ന നായക നടനാണ്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും പൃഥ്വിരാജ് ഒരു പേടിയുമില്ലാതെ വന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം, ഞാൻ ഓക്കെയാണ്, എൻ്റെ സ്വന്തം നിർമ്മാണ കമ്പനിയാണ്, എനിക്ക് സംവിധാനം ചെയ്യാൻ അറിയാം, എനിക്ക് അഭിനയിക്കാൻ അറിയാം, എനിക്ക് എൻ്റെതായ പ്രേക്ഷകരുണ്ട്, നല്ല സിനിമകൾ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള ധൈര്യം തന്നെയാണ് പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു വിധമായ മാറ്റമില്ല. പണ്ടും ഇതൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് മാറ്റം. ഇനി ആ കാലഘട്ടം അല്ലത്. സിനിമാ വ്യവസായത്തിൽ പൃഥ്വിരാജിൻ്റെതായ ഇടം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ പൃഥ്വിരാജിനൊപ്പം നിൽക്കുന്ന നടന്മാരെ സംരക്ഷിക്കാനുള്ള ത്രാണിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അമ്മയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരണം നല്ലതാണ്. വനിതകൾ വരട്ടെ എന്നാണ് പറഞ്ഞത്. ഉന്നത സ്ഥാനങ്ങളിലേക്ക് വനിതകൾ കടന്നു വരട്ടെ, വനിതകൾക്കേ വരട്ടെ. ഇപ്പോൾ സിനിമയില്ലാതെ 4, 5, 10 പടത്തിൻ്റെ പേരിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ അമ്മയുടെ തലപ്പത്ത് കയറിയിരിക്കുന്ന എത്ര പേരുണ്ട്? സിനിമയിൽ അഭിനയിക്കാതെ ജോമോൾ അടുത്തിടെ അഭിനയിച്ചൊരു സിനിമയുടെ പേര് പറ. എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇപ്പോഴും ജോമോളുടെ പേര് പറയുമ്പോൾ പഴയ സിനിമകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇടവേള ബാബു അവിടെ ഇവിടെയൊക്കെ വന്ന് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് പോവാണ്. അയാളാണ് പതിറ്റാണ്ടുകളോളം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നത്. ഇപ്പോഴാണ് സജീവമായി നിൽക്കുന്ന 1-2 പേര്. മോഹൻലാൽ, സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞു വന്നത്. സിദ്ദിഖിൻ്റെ കാര്യം അറിയാമല്ലോ, രാജിവെച്ച് പുറത്ത് പോകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുന്ന, പിന്നെ സംഘടനാ പ്രവർത്തനം നടത്താൻ സമയം വേണം, പടം ഇല്ലാതിരിക്കുന്നവരെ ഏൽപ്പിക്കാൻ പറ്റും. എന്നാൽ പോലും ഇതിനൊരു ഇപ്പോൾ ഞങ്ങളുടെ KPCC പ്രസിഡന്റ്, ഈ പറയപ്പെടുന്ന സംഘടനാ പ്രവർത്തനം ആക്റ്റീവ് അല്ലാത്തൊരുത്തരെ പിടിച്ച് KPCC പ്രസിഡന്റ് ആക്കാൻ പറ്റും, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന താരങ്ങളുടെ സംഘടനയാണെങ്കിൽ അവിടെ അതിന് പറ്റുന്ന ഒരാളെ ഇരുന്നേ. പ്രസിഡന്റ് മാത്രമല്ല, ജനറൽ സെക്രട്ടറി. നീ വർക്കൊക്കെ ചെയ്യുക, ഓഫീസിൽ ആളെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തോ, ഇവരെയൊക്കെ വെച്ചിരുത്തിക്കോ. ആളുകൾ കാണുന്നതല്ലേ, ഇത്രയും നിങ്ങൾ തന്നെ കൊട്ടിഘോഷിക്കുകയല്ലേ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ ഷോകൾ, ഇതൊക്കെ കൊട്ടിഘോഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. പൃഥ്വിരാജിന്റെ സിനിമകൾ മലയാളികൾക്ക് പ്രതീക്ഷ എന്നതുപോലെ പൃഥ്വിരാജൊക്കെ മീശ വിരിച്ച് ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തിനെതിരെ പോരാടുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ പോരാടിയിട്ടുള്ള സകല ആളുകളും. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പേര് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയും നിലപാട് പറയണം. സുരേഷ് ഗോപി ഇതൊക്കെ പണ്ടേ വിട്ട് കളഞ്ഞിട്ട് പോയതാ. ഈ സുരേഷ് ഗോപി ഗണേഷ് കുമാറൊക്കെ കൂടെ മണിയമ്പൾ രാജു കൊണ്ട് ഉണ്ടാക്കിയ സംഘടനയാണ് അമ്മ. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ പണ്ടേ ഇത് കളഞ്ഞിട്ട് പോയതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹവും ഈ വ്യക്തമായ ഉത്തരം പറയണം.
കൃത്യമായി പറയാൻ ധാർമ്മികതയുണ്ട്, ജനപ്രതിനിധിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കി 2 ജനപ്രതിനിധികളുടെ കഥ നമുക്കറിയാം. അതുകൊണ്ട് പൃഥ്വിരാജിനൊപ്പം താരനിര ഒപ്പം നിൽക്കും. അദ്ദേഹം നിലപാട് ഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ നിലപാടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തണ്ടലിനുറപ്പുള്ള ഒരു നടൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ ഇന്നലെ കണ്ടു എന്ന് തന്നെ പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി അദ്ദേഹം ബബ്ബ അടിക്കാതെ കൃത്യമായി അദ്ദേഹം ഉത്തരം പറഞ്ഞു. പൃഥ്വിരാജ് പറഞ്ഞു, എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വേണമെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റും. അത് വേണ്ട, നിങ്ങളുടെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ പറയാം. വളരെ സ്പഷ്ടമായി കൃത്യമായി മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെയായി പൃഥ്വിരാജ് മറുപടി പറയുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ പുഴുക്കുത്തുകളുണ്ട് എന്ന് പൃഥ്വിരാജ് സമ്മതിക്കുന്നു. ഗ്രൂപ്പുണ്ട്, അതായത് ഒരു ഫോഴ്സ് ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് പൃഥ്വിരാജ് സമ്മതിക്കുന്നു. ചില ആളുകൾ സംഘടിതമായി ആളുകളെ മാറ്റി നിർത്തി സമ്മതിക്കുന്നു. ആരോപണ വിധേയരുണ്ട്, ഇരകളുണ്ട് എന്ന് സമ്മതിക്കുന്നു. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും നിലനിൽക്കുന്നു എന്ന് പൃഥ്വിരാജ് വളരെ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. നാളെ പൃഥ്വിരാജിനെതിരെ സംഘടിതമായോ ഒറ്റപ്പെട്ട രീതിയിലോ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എനിക്ക് നിലനിൽക്കാൻ അറിയാവുന്ന പൃഥ്വിരാജ് പറഞ്ഞു. കാരണം 10 വർഷം മുമ്പ് തന്നെ ഞാൻ ഇനി ഒരു സംവിധായകനായി മാറും എന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തു, വീണ്ടും ഒരു സിനിമയുടെ സംവിധാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള, കൃത്യമായ അവഗാഹമുള്ള ഒരു നടനാണ് പൃഥ്വിരാജ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നെഞ്ചുറപ്പോടെ നിന്ന് പറയുന്നത്. തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പൃഥ്വിരാജിന് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനും സാധിച്ചത്. അങ്ങനെയല്ലേ മനസ്സിലാക്കുക? അതെ, ഉറപ്പായിട്ടും അങ്ങനെ. ഇത് കൺക്ലൂഡ് ചെയ്യുമ്പം ഇത് തന്നെയാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്നുറപ്പുള്ളവനെ നെഞ്ചുവിരിച്ച് നിന്ന് കാര്യം പറയാൻ പറ്റുള്ളൂ. പൃഥ്വിരാജിൻ്റെ പിന്നാലെ യുവനിര ഇറങ്ങട്ടെ, മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെടട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ.